സ്നേഹയാനം, ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓട്ടോ കൊടുക്കുന്ന പരിപാടിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത്. യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി, വാഹനം എന്നുള്ള ഒരു ഇതിലേക്കൊക്കെയാണ് വരുന്നത്. അപ്പം സ്നേഹയാനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വണ്ടീനെ പറ്റിയിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പം അത് ആർക്കാണ് കിട്ടുന്നത്? ഒട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാനായിട്ട് ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അപ്പം എന്താണ്, കുട്ടികൾക്ക് ഇപ്പം ഈ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം ഒക്കെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് ഉപജീവനത്തിനായിട്ട് ഇലക്ട്രിക് ഓട്ടോ ഒക്കെ നൽകുന്ന പദ്ധതിയാണ് നമ്മൾ സ്നേഹയാനം എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടികൾക്കൊക്കെ എല്ലാ സമയത്തും അമ്മമാരുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് ഇവർക്ക് വേറെ 9 to 5 ജോബ് അങ്ങനത്തെ ജോലികളിലൊന്നും ഏർപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപേക്ഷകർ 55 വയസ്സിൽ താഴെ പ്രായമുള്ളവരും ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ ആയിരിക്കണമെന്ന് ഒരു നിബന്ധനയുണ്ട്. ഈ ഒരു നിബന്ധന ഓർത്തു വെച്ചേക്കുക കേട്ടോ. 55 വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരിക്കണം, ഭർത്താവ് ഉണ്ടാവരുത്, ഭർത്താവ് ഉപേക്ഷിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ അവർ വിധവകളായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്.